ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റു. രാവിലെ തന്നെ ഒന്ന് എഴുന്നേറ്റ് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ വിളക്കൊക്കെ വെക്കണം വീട്ടിൽ. പിന്നെ ഉരുളിയിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് പതിവ് പോലെ തന്നെ. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളും കൂടി ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ രാവിലെ സ്കൂളിൽ വിടണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ വിടാനും എനിക്കൊന്ന് എളുപ്പമായിരിക്കും. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആമി സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാത്തതാണ്. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഹസ്ബൻഡാണ് കൊണ്ടുവിടുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് ക്ഷേത്രത്തിലും കൂടി ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. ഞങ്ങളങ്ങനെ ആഘോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും പോകുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും ഒന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതി. പോയിട്ട് തിരികെ വരുന്ന വഴിക്ക് ഇതുപോലെ കരിക്കും കൂടി ഒന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് പോയത്. എപ്പോഴും പോകുന്ന ക്ഷേത്രത്തിൽ തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊരു ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഡ്രോയിങ് ചെയ്തിട്ട്. ഞാൻ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് വരയ്ക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു പിക്ചർ എടുത്ത് വരച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്തതാണ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നന്നായിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയി. കുറച്ച് നേരം നമുക്ക് ഫ്രീ ആയിട്ട് സമയം കിട്ടുന്ന പോലെ തോന്നി. മൈൻഡ് ഭയങ്കരമായിട്ടൊന്ന് റിലാക്സ്ഡ് ആവും. സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കുറയുമെന്നാണ് പറയുന്നത് ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു. അത് നിങ്ങൾ കണ്ട് കാണുമായിരിക്കും അല്ലേ. പിന്നെ ഇന്നെന്തായാലും ബാൽക്കണിയിൽ വന്നിട്ട് ചെടികൾ ഇന്ന് വെക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ ബാൽക്കണിയിലിരിക്കുന്ന ചെടികളെല്ലാം പറിച്ചെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്ന 10 മണി ചെടികളെല്ലാം നശിച്ചു പോയായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഇതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായി എന്ന്. അതുപോലെ തന്നെ മുഞ്ഞ പോലത്തെ ഒരു ജീവി ഇങ്ങനെ ഇതിനകത്ത് വന്നിരുന്ന് ഇലകൾ മൊത്തം നശിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അതെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി 2 ദിവസം മുന്നേ തന്നെ ഞാൻ ചെടികളെല്ലാം പറിച്ചെടുത്ത് കളഞ്ഞതിന് ശേഷം പോട്ടിലൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോട്ടിലിരിക്കുന്ന മണ്ണെല്ലാം ഭയങ്കര ഹാർഡായി ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ 2 ദിവസം ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ട് മണ്ണൊന്ന് ലൂസാക്കി എടുത്തിട്ട് പുതിയ ചെടികൾ വെക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ നേരത്തെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചെടിയിൽ തന്നെ നല്ല ചെടികൾ നോക്കിയിട്ടാണ് വെച്ചത്. പിന്നെ ഞാൻ മറ്റേ നമ്മുടെ ഉറുമ്പിൻ്റെ സ്പ്രേ ഇല്ല, അത് ഇതിലേക്ക് തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. കാരണം ഈ ഒരു പോട്ടിൽ മാത്രമായിട്ട് ഉറുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെടികൾക്കൊന്നും കേടുപറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ 2-3 ദിവസം നോക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചെടികൾക്കൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിനുള്ളിലാണെങ്കിലും ചെടികൾക്കാണെങ്കിലും ഒക്കെ ഈ മരുന്ന് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിന് മുന്നേ ഞാൻ 1-2 തവണ ഈ മരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. വലിയ നമുക്ക് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. 160 റുപ്പീസേ വരുന്നുള്ളൂ. മീഷോയിൽ നിന്നാണ് ഞാനിത് മേടിച്ചത് കേട്ടോ. പിന്നെ ഞാനിന്ന് എന്തായാലും ബാൽക്കണിയിൽ ഈ ചെടികൾ ഇങ്ങനെ പറിച്ച് ഇട്ടതും പിന്നെ പുതിയ ചെടികൾ വെച്ചതും മണ്ണൊക്കെ ക്ലീൻ ചെയ്തതായിട്ടുള്ള വേസ്റ്റൊക്കെ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊരു ചെറിയൊരു ചാക്കിനകത്തേക്ക് ആക്കി ഒന്നെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുപോയി കളയാം. നല്ല വെയിലാണ് കേട്ടോ. ആമി സ്കൂളിൽ പോയതിൻ്റെ പുറകെ തന്നെ ഞാൻ ഇതിന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഗാർഡനിങ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ റുട്ടീൻ എന്നും ഒരുപോലെ തന്നെ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരേ ജോലി തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ നമുക്ക് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് ഒഴിഞ്ഞു മാറാനും പിന്നെ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഈ നമ്മുടെ ബാൽക്കണിയിൽ 10 മണികൾ മാത്രമാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ വെച്ചിട്ടുള്ളതാണ് 10 മണികൾ. ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വെയിൽ കാലമാണ്. വെയിൽ സമയത്തും ഈ 10 മണികൾ നന്നായിട്ട് പൂക്കാറുണ്ട്. വെയിൽ തന്നെയാണ് ഇതിന് ആവശ്യം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ എന്നാലും 2-3 നേരം ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റും നമ്മുടെ അടുത്തുണ്ട്. ഞാനതിപ്പോൾ തൽക്കാലം ഒരു പോട്ടിലാണ് വെച്ചേക്കുന്നത്. ഞാനിവിടെ അടിച്ചു വാരുന്നതിനിടയിൽ തന്നെ നമ്മുടെ കോലമൊക്കെ എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാൽക്കണിയുടെ ഇപ്പോഴത്തെ ഒരു രൂപമെന്ന് പറയുന്നത്. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഭയങ്കര ദാഹമാണ്. ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് നല്ല ദാഹമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഇതിനിടയിൽ തന്നെ എൻ്റെ ഫ്രണ്ട് സൂര്യ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടാണ് പിന്നീട് കുറേ നേരം റെസ്റ്റ് എടുത്തത്. അങ്ങനെ ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്തൊക്കെ നമ്മൾ ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ സ്ട്രെസ്സ് കാണത്തില്ല കേട്ടോ. നമ്മുടെ ജോലികൾ കുറച്ചൊന്ന് ഈസി ആവുകയും ചെയ്യും. നമുക്ക് കുറേ നേരം ഒരുപാട് നേരം ഒരു ജോലി തന്നെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ബോറടിയൊക്കെ മാറും. പിന്നെ അതിന് ശേഷം അവളോട് സംസാരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ട് ഞാൻ തുണികൾ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേനുണ്ട് നമ്മുടെ കിച്ചണിലിരിക്കുന്ന ഈ ഒരു ജനലുണ്ടല്ലോ, അതിൽ അത്യാവശ്യം അഴുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഡസ്റ്റും കൂടി അടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതുപോലെ കാണുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ഭാരമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഇതൊന്നും ഒരുപാട് സമയം നമുക്ക് ആവശ്യമൊന്നും വരത്തില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണികളാണ് കേട്ടോ. ഡസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ച് ചെയ്യുന്ന ഒരു ജോലിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന സമയത്ത് അതങ്ങ് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബുക്കിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് കരുതി. കാരണം കുറച്ച് ദിവസമായി ഇങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട്. അങ്ങനെ ഞാൻ ബുക്സ് എല്ലാം ഒന്നെടുത്ത് മാറ്റി നോക്കിയപ്പോഴത്തേക്കും അവിടെയും മാറാല കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളല്ലേ, അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് സാമ്പ്രാണിയൊക്കെ കത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മാറാല പിടിച്ച് കിടക്കുകയാണല്ലോ എന്ന് കരുതി ഒരു തുടക്കമായിട്ടേ ഉള്ളൂ, ഒരുപാട് അങ്ങനെ ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കിഗായി എന്ന് പറയുന്നൊരു പുസ്തകമാണ് കേട്ടോ. ഇത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. ജാപ്പനീസുകാരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്ന ബുക്കാണ്. നമ്മൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ മലയാളം പതിപ്പും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഹസ്ബൻഡാണ് മേടിച്ചത്. അപ്പോൾ പുള്ളി ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ മലയാളം വേർഷനിലുള്ളത് ഫുള്ളായിട്ട് വായിച്ചായിരുന്നു കേട്ടോ. നമുക്ക് ജീവിതത്തെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണാനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ഞാൻ മലയാളമാണ് എടുത്തത്. അപ്പോൾ ഇക്കിഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ലൈഫ് എന്നാണ് അതിനർത്ഥം. ജാപ്പനീസുകാരുടെ ലൈഫിൽ അവർ ഫോളോ ചെയ്യുന്ന കുറേ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് റീഡിങ് ബുക്കാണ്, എന്തായാലും നിങ്ങൾ വായിക്കണേ. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ വായിച്ചു കഴിഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ നിങ്ങളോട് ഇതൊന്ന് പറയണമെന്ന് കരുതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ പാത്രം കഴുകൽ. അപ്പോൾ അതും കൂടി കൈയോടെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ ഒരു ഫോഴ്സിൽ ചെയ്യുകയാണെങ്കിൽ അതങ്ങ് നടന്നോളും. അപ്പോഴേക്കും ഉണ്ട് നമുക്ക് ഗ്യാസ് വന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തൊന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഹസ്ബൻഡാണ് ഇതെടുത്ത് ഉള്ളിലേക്ക് വെച്ച് തരുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് പുറത്തേക്ക് പോയേക്കാണ്. അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കൊണ്ട് ആ ഗ്യാസിൻ്റെ നമ്മുടെ ഈ സിലിണ്ടർ വയ്ക്കുന്ന സ്ഥലത്തും ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഡസ്റ്റർ കൊണ്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മുടെ ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പൊതുവേ നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രെസ്സാണല്ലേ. അത് എന്തുകൊണ്ടാണ് ആ സ്ട്രെസ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളതല്ലേ. നമ്മളത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെസ്സാണ്. വീട്ടിലെ പണികൾ നോക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ ഇപ്പോൾ കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ വാശിയും കരച്ചിലും അവർക്ക് അസുഖം വരുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ടെൻഷനും എല്ലാം നമ്മൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലേ. നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊക്കെ
എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് പറ്റത്തില്ലല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഒന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആവാറുണ്ടല്ലേ. അപ്പോൾ ഈ സ്ട്രെസ്സ് നമുക്ക് എങ്ങനെ കുറച്ചുകൊണ്ട് നമ്മുടെ വീട്ടുപണികളിൽ കോൺസെൻട്രേഷൻ കൊടുക്കാം, നമുക്ക് എങ്ങനെയെല്ലാം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക തലേ ദിവസം തന്നെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യസമയത്ത് തന്നെ ഉറങ്ങുക കേട്ടോ. രാത്രി നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കണം. അതായത് രാത്രി നമ്മൾ ഒരു 10 മണി മാക്സിമം 10-10:30 ആകുമ്പോഴത്തേക്കും കിടക്കണം കേട്ടോ. നമുക്കൊരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാനായിട്ട് കഴിയണം. എന്നാലാണ് പിറ്റേ ദിവസം നമുക്ക് രാവിലെ എഴുന്നേൽക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഉറങ്ങുന്നതും എണീക്കുന്നതായിട്ടുള്ള സമയമാണ് നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നത്. നമുക്ക് സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹാർട്ടിനാണത് കൂടുതലായിട്ട് ബാധിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരുപാട് നാൾ ജീവിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറക്കം ക്രമീകരിക്കുക, പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഞാനൊരു മടിച്ചിയാണ് വെള്ളം കുടിക്കാനായിട്ട്. നിങ്ങളോട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ ഹസ്ബൻഡ് എപ്പോഴും വഴക്ക് പറയുന്നൊരു കാര്യമാണ് കേട്ടോ, വെള്ളം കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഹസ്ബൻഡാണെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ 3 നേരം പറ്റുമെങ്കിൽ മാക്സിമം 3 നേരം ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഇറച്ചിയും മുട്ടയും പാലും ചീരവർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റ് വേണം നിങ്ങൾ സൂക്ഷിക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു ഡെയിലി റുട്ടീനിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന മീൽസൊക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. നമുക്ക് ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എനിക്കിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഈസി ആയിരിക്കും നെക്സ്റ്റ് ഡേ ആവുമ്പോൾ. അതിപ്പോൾ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഓരോ വീട്ടിലെയും സ്ഥിതി വ്യത്യസ്തമായിരിക്കും അല്ലേ. നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് പല തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ചിലയിടത്താണെങ്കിൽ ഇൻലോസൊക്കെ കാണും, ചിലർക്കാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മറ്റുള്ളവരെ കൂടി ടെൻഷൻ അടിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് സ്ത്രീകൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. പിന്നെ രാവിലെ തന്നെ നിങ്ങൾക്ക് നടക്കാനായിട്ട് പോകാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ എക്സസൈസോ യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കുക. അപ്പം എനിക്ക് എന്നും നടക്കാനായിട്ട് പോകാൻ പറ്റാറില്ല. ഞാൻ ഈ ഹസ്ബൻഡ് ഇപ്പോൾ വീട്ടിലുള്ള ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ പോകുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എക്സസൈസൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ എക്സസൈസ് ചെയ്യാറില്ല, പകരം ടെറസിൻ്റെ മേലെ പോയി നടക്കും. അല്ലാത്തപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്ത് നമ്മുടെ പാർക്കിൽ പോയിട്ടാണ് നടക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഒന്നും കുടിക്കാനായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമില്ലേ, അത് രാവിലെ തന്നെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ അങ്ങ് കുടിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ദിവസം തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് സ്റ്റാർട്ടാവും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ജോലികളെല്ലാം ചിട്ടയായി കൃത്യസമയത്ത് നമ്മൾ ചെയ്യുക. പിന്നെ സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ അതേ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ നടക്കാതെ നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വൃത്തിയായിട്ട് ഒന്ന് നന്നായിട്ട് നിങ്ങളെ തന്നെ പ്രസൻറ്റബിളാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു കോൺഫിഡൻസ് വരികയും നിങ്ങളുടെ ജോലികൾ പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാകും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം അതൊക്കെ ഒന്ന് നിർത്തുക. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് പുറമേ ഉള്ള സോഷ്യൽ മീഡിയ ലൈഫ് കണ്ടിട്ട് നമ്മുടെ ലൈഫുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അതൊക്കെ ഉണ്ടല്ലോ നമുക്കിതൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊരു കമ്പാരിസൺ, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോ തന്നെ എടുക്കാം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത്രയും സൗകര്യം ഇല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്നും പറ്റുന്നില്ലെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കുകയല്ല വേണ്ടത്.
പകരം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള സൗകര്യത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. എപ്പോഴും ഏതൊരു സംഭവം കാണുമ്പോഴും അതിൻ്റെ പുറമോടി കണ്ടിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പ്രത്യേകിച്ചും പുറമേ എല്ലാവരും നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്, അവരുടെ ഫാമിലിയിലുള്ള മറ്റു കാര്യങ്ങളൊന്നും കാണിക്കത്തില്ലല്ലേ. അപ്പോൾ അവരുടെ വീട്ടിലും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ കാണുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കാണുന്നത്. പക്ഷേ നിങ്ങൾ മൈൻഡിൽ എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക. ഒരിക്കലും നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാനേ പോകരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയിരുന്നാൽ മാത്രമാണ് നമുക്ക് ലൈഫ് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാലാണ് നമ്മുടെ സ്ട്രെസ്സും കുറയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നതിനിടയിൽ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാനിന്ന് ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് പോയിട്ട് എനിക്ക് മേടിച്ചുകൊണ്ട് തന്നു. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഉള്ളത് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ തയ്യാറാക്കിയ ജ്യൂസ് എന്ന് പറയുന്നത് കുമ്പളങ്ങ ജ്യൂസാണ്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വെറുതെ കുമ്പളങ്ങ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് ഒന്ന് അരിച്ചൊഴിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. രാവിലത്തെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. നല്ലതാണ് കേട്ടോ. ഡീറ്റോക്സ് വാട്ടറാണിത്. വെറും വയറ്റിൽ കുടിക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഒരു ഏകദേശം 11 മണിക്കൊക്കെ ശേഷമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് വെച്ചു. കറിവേപ്പില എല്ലാം എടുത്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ലഞ്ച് കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ലഞ്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ എപ്പോഴും കഴിക്കുക കേട്ടോ. ഡെയിലി നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ടെറസിൻ്റെ മേലേക്ക് പോകുന്നുണ്ട്. പിന്നെ മേലെ വന്നിട്ട് അലോവേറ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അലോവേറ കട്ട് ചെയ്ത് എടുത്തത് നമ്മുടെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇത്രയും മരുന്നുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ചിട്ട് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇതുപോലെ എനിക്ക് ഹെയർ ലോസ് ഉള്ളത് കൊണ്ടാണെന്ന്. അത് ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ എന്നോട് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു എണ്ണയില്ലേ അത് കാരണമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതേ ഡൗട്ട് എന്നോട് ഹസ്ബൻഡും പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ ആ ഒരു എണ്ണ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത്രയും നന്നായിട്ട് മുടി കൊഴിച്ചിൽ. പിന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്ന കാര്യവും വേറൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഉടനെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ചു. നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയും ആവാരം പൂവാണ് ആ മഞ്ഞ കളറിലിരിക്കുന്നത്. അത് നമുക്കിവിടെ തമിഴ്നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്നതാണ് കേട്ടോ. മാർക്കറ്റിലൊക്കെ കിട്ടും. ഞങ്ങളിപ്പോൾ ഇതെല്ലാം അങ്ങാടി കടയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാട്ടുമരുന്ന് കടയിൽ നിന്നാണ് ഇവിടെ തമിഴിൽ അതിനെ പറയുന്നത്, ഈ ഷോപ്പിനെ പറയുന്നത്. അവിടെ നിന്നാണ് ഞങ്ങളിതൊക്കെ മേടിച്ചത്. കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ റോസിൻ്റെ പെറ്റൽസാണ്. റോസ് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതിൻ്റെ കുറച്ച് ഇതളുകൾ 2-3 റോസേ എടുത്തിട്ടുള്ളൂ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അലോവേറ മാക്സിമം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ചില സാധനങ്ങളൊന്നും നമുക്ക് റോ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പൗഡേഴ്സാണ് മേടിച്ചിട്ടുള്ളത്. മൈലാഞ്ചിയുടെ പൊടിയും അതുപോലെ തന്നെ ഹിബിസ്കസ് ഇല്ലേ, അതായത് ചെമ്പരത്തി പൂവിൻ്റെ പൊടിയുമാണ് മേടിച്ചത്. അത് രണ്ടും നമുക്ക് അല്ലാതെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് കരിഞ്ജീരകം ഇല്ല, അതാണ് 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ ഒരു 25 ഗ്രാമോളം വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടി. അപ്പോൾ എനിക്ക് ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ്. സാധാരണ എനിക്ക് അമ്മയാണ് എപ്പോഴും ഹെയർ ഓയിൽ ഉണ്ടാക്കി തരുന്നത്. നെല്ലിക്കയും അതുപോലെ തന്നെ അലോവേറയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടാണ് ചേർക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും ചേർക്കരുത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെള്ളം ചേർക്കാതെ ഒട്ടും ചേർക്കാതെ മിക്സിയിലൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ചെറിയ ഉള്ളിയും ഒരുപാട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിയുടെ ആ ഒരു
ഷൈനിങ് ഒക്കെ കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു ബോട്ടിൽ എണ്ണയാണ് പൊട്ടിച്ചൊഴിച്ചത്. അപ്പോഴേക്കും തന്നെ ഈ നമ്മുടെ ഈ ഒരു മരുന്നുകളെല്ലാം കൂടി അരച്ച് ചേർത്തപ്പോഴത്തേക്കും കുറച്ച് കൂടിപ്പോയി മരുന്നിൻ്റെ അളവ്. അപ്പോൾ ഇത് ശരിക്കും ഒരു 2 കിലോയോളം എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ബോട്ടിൽ എണ്ണയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും തൽക്കാലം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ കറിവേപ്പില നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇമാതിരി വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തത്. കറിവേപ്പിലയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്, മുടിക്ക് നന്നായിട്ട് തിക്നെസ് കൂട്ടാനും അതുപോലെ നന്നായിട്ട് കറുക്കാനും മുടി കറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കറിവേപ്പിലയൊക്കെ ചുമ്മാതെ കഴിക്കണം കേട്ടോ. വെറുതെ അങ്ങോട്ട് കറികളിലൊക്കെ നമ്മൾ താളിക്കത്തില്ലേ, അപ്പോഴും നമ്മളിങ്ങനെ കറിവേപ്പില എടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ നമ്മളത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ കുറുക്കിയൊക്കെ കഴിക്കാൻ പറ്റും, നല്ലതാണെന്ന് പറയും. നമ്മുടെ വയറ്റിലുള്ള വിരശല്യം പോകാനും അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മളിതിലേക്ക് പൗഡേഴ്സായിട്ട് ചേർത്തിരിക്കുന്നത് ഹെന്ന പൗഡർ, അതായത് മൈലാഞ്ചിയുടെ പൊടിയും പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവാരം പൂവും റോസ് പെറ്റൽസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ എണ്ണ എടുത്തപ്പോഴത്തേക്കും തന്നെ അത് മരുന്ന് അങ്ങോട്ട് നിറഞ്ഞു പോയി, അത് നമുക്ക് തികയുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് വീണ്ടും ഒരു ബോട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഏകദേശം 1 കിലോയോളം എണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എണ്ണ വേണമെങ്കിലും ഇനി ചേർക്കാം. മാക്സിമം എണ്ണ ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഈ ഒരു പാത്രത്തിനകത്ത് ഇത്രയും എണ്ണയാണ് കേട്ടോ കൊള്ളുന്നത്. എന്നോട് അമ്മ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മരുന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഈ അയൺ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഈ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. കുറേശ്ശെയായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മരുന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിടിച്ച് ഇതിൻ്റെ ഡാർക്ക് കളറായിട്ട് മാറിയിട്ട് ഒരു മണൽത്തരി പരുവത്തിലേക്ക് മാറും കേട്ടോ. അപ്പോഴേക്കാണ് ഇത് കറക്റ്റായിട്ടുള്ള പാകത്തിനാവുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന കർപ്പൂരം ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹെയർ ഓയിലിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഇതൊരു ബോട്ടിലേക്ക് എടുത്ത് മാറ്റുക കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഞാനിത് ബോട്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ സൂപ്പറായിട്ട് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് എന്നിട്ടുള്ള ചണ്ടിയാണത്. അത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഞാൻ അതും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം അത് ആ ചണ്ടി തീരുന്നത് വരത്തേക്കും അതാണ് തലയിലൊക്കെ തേക്കുന്നത്. പിന്നെ ഇത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇതേപോലെ മരുന്നിട്ട് കാച്ചിയ എണ്ണയാണ് എനിക്ക് മുന്നേ അമ്മ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് നന്നായിട്ട് ഹെയർ വളർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. കൂടുതൽ മരുന്നുകൾ ചേർത്തേക്കുന്നതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലിത് തയ്യാറാക്കി നോക്കൂ. കുറച്ച് എണ്ണയിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ചക്കിലാട്ടിയ എണ്ണ നമുക്കിവിടെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബോട്ടിലെന്ന് പറയുന്നത് ചില്ലുകുപ്പി ആയിരിക്കണം. പിന്നെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവാനേ പാടില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇതൊരു 1 കിലോയുടെ ഈ ഒരു ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇത് കാച്ചിയെടുത്തപ്പോഴത്തേക്കും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഇത്രയും മരുന്നൊക്കെ ചേർത്തേക്കുന്നുണ്ട്, എണ്ണ ഒരുപാട് ഇതിൽ പിടിക്കും. നല്ല മണമാണ്. വീടിനുള്ളിൽ മൊത്തം ഭയങ്കര സ്മെല്ലായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ആ ഒരു സ്മെല്ല് നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു എണ്ണ തേച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കുളിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉറക്കം നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.